ആദ്യത്തെ സ്ത്രീപക്ഷ സിനിമ രാധ എന്ന പെൺകുട്ടിയാണ്. കലിക ഒരു സ്ത്രീപക്ഷ സിനിമയാണ്. സ്ത്രീപക്ഷ സിനിമകളുടെ പേര് പറയുമ്പോൾ ഇതൊന്നും പരാമർശിക്കാറില്ല. അച്ചുവേട്ടന്റെ വീട് എന്ന് പറയുന്ന സിനിമ അക്കാലത്തെ ഏറ്റവും വലിയ സ്ത്രീപക്ഷ സിനിമയാണ്. പക്ഷേ സ്ത്രീപക്ഷ സിനിമ പറയുമ്പോൾ ആദാമിന്റെ അപ്പുറം ഇപ്പൊ പുതിയ കാലത്ത് ചില സിനിമകളൊക്കെ ഉണ്ട് എന്നല്ലാതെ അക്കാലത്ത് ആദാമിന്റെ വാരിയലിന് അപ്പുറത്തേക്ക് ഒരു സിനിമയെക്കുറിച്ച് പറയാറില്ല. പക്ഷേ ഏറ്റവും നല്ല സ്ത്രീപക്ഷ സിനിമ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഉത്തരമാണ് ഈ അച്ചുവേട്ടന്റെ വീട് എന്ന സിനിമ. ഏറ്റവും നല്ല രാഷ്ട്രീയ സിനിമ ഏത് എന്ന് ചോദിച്ചതിന് ഉത്തരമാണ് നയം വ്യക്തമാക്കുന്നു. കുടുംബം നന്നായാൽ കുടുംബം നന്നാക്കാൻ അറിയാത്തവർ രാഷ്ട്രത്തെ നന്നാക്കാൻ പുറപ്പെട്ടിട്ട് കാര്യമില്ല എന്ന വലിയ മഹത്തായ സന്ദേശമാണ് നയം വ്യക്തമാക്കുന്നു എന്ന സിനിമയിൽ പറയുന്നത്. ഏറ്റവും നല്ല ഹാസ്യ സിനിമ ഏത് എന്ന് ചോദിച്ചാൽ ചിരിയോ ചിരിയാണ്. ചിരിയോ ചിരിക്ക് ശേഷമാണ് നാടോടിക്കാറ്റ് വരുന്നത്. ചിരിയോ ചിരിയുടെ കഥാപാത്രങ്ങൾ കോപ്പിയടിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചില സ്വാധീനങ്ങൾ ചിരിയോ ചിരിയിലെ കഥാപാത്രങ്ങൾ അന്തരീക്ഷത്തിൽ അതിന്റെ ആ കഥാപാത്രങ്ങൾ കിടപ്പുണ്ട്. ആ അന്തരീക്ഷത്തിൽ കിടപ്പുള്ള കഥാപാത്രങ്ങളെയാണ് ചില സംവിധായകന്മാർ മറ്റു പല സിനിമകളിലേക്കും കോപ്പിയടിക്കുന്നു എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ചിലപ്പോൾ അറിയാതെയുള്ള ഒരു സ്വാധീനം ചിലപ്പോൾ വന്നു വരും. ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന സിനിമ ഒരു മെന്റൽ അസൈലത്തെക്കുറിച്ചുള്ള സിനിമയാണ്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മെന്റൽ അസൈലത്തെക്കുറിച്ചൊരു സിനിമ വരുന്നത്. അതിനു മുമ്പ് അത്തരത്തിലുള്ള സിനിമ ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനുശേഷമാണ് താളവട്ടം വരുന്നത്. അതിനുശേഷമാണ് നിരവധി സിനിമകൾ മാനസിക രോഗ ആശുപത്രിയെക്കുറിച്ചുള്ള നിരവധി സിനിമകൾ വരുന്നത്. പക്ഷേ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തെ പോലെ അത്രമാത്രം സൂക്ഷ്മമായി ഒരു നിരീക്ഷിച്ച പടം പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ എല്ലാത്തിനും തുടക്കം കുറിച്ച ഒരു സംവിധായകനാണ് ബാലേന്ദ്രൻ. അങ്ങനെ ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ പല സിനിമകളുടെയും തുടക്കം കുറിച്ച ഒരു സംവിധായകനാണ് ബാലേന്ദ്രൻ. മേനോൻ സിനിമയുടെ പ്രത്യേകത കലിക എന്നൊരു സിനിമ ഒഴികെ ബാക്കി എല്ലാ സിനിമയുടെയും കഥ, മൂലകഥ, കലിക പോലും മോഹനചന്ദ്രന്റെ നോവലിൽ നിന്നുള്ള ചെറിയൊരു അംശം മാത്രം എടുത്തിട്ടാണ് കലിക പോലും അദ്ദേഹം രചിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ സ്വന്തം സൃഷ്ടി എന്ന നിലയിൽ കലിക കാണുമ്പോൾ കണ്ട ആളുകൾക്ക് ഒന്നും കൂടെ കലിക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് മണിച്ചിത്രത്താഴ് എന്ന സിനിമ എത്രമാത്രം ഈ കലികയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമുണ്ട്. അങ്ങനെ പിൽക്കാല ചലച്ചിത്രകാരന്മാർക്ക് സ്വാധീനിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒട്ടേറെ ആശയങ്ങൾ മേനോൻ സിനിമകൾ സംഭാവന ചെയ്തു.